പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗമായ അമ്മി അമ്മി എന്ന പദ്യഭാഗത്തിൻ്റെ ഭാഗമായുള്ള അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും കൂടുതൽ വരികൾ ചേർക്കുന്നതിനുള്ള ഈ പ്രവർത്തനം ചെയ്യുന്നതിന് സഹായകമായ ഒരു ക്ലാസ്സാണിത്. ഏവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും കൂടുതൽ വരികൾ എഴുതി ചേർക്കാനുള്ള ഈ പ്രവർത്തനത്തിലെ 1, 3, 5, 7 തുടങ്ങിയ വരികൾ ഇപ്രകാരമാണ് എഴുതേണ്ടത്. അമ്മി അമ്മി ആവോന. അമ്മിയെക്കുറിച്ചുള്ള പദ്യമാവുമ്പോൾ അമ്മി അമ്മി ആവോന. ഇനി ഇത് അച്ഛനെക്കുറിച്ചുള്ള പദ്യമാകുമ്പോൾ അച്ഛനെക്കുറിച്ചുള്ള വരികൾ എഴുതുമ്പോൾ 1, 3, 5, 7 വരികളിൽ അബ്ബ അബ്ബ ആവോന. അമ്മേ അമ്മേ വരില്ലേ, അച്ഛ അച്ഛ വരില്ലേ. പ്യാരെ ബച്ചോ, യേ ക്യാ ഹേ? ക്യാ ഹേ എന്താണ്? ഹാ, മീഠാ ഹേ. മീഠാ ഹേ. ദേഖിയേ, മീഠാ ക്യാ കർത്താ ഹേ? എന്താ ചെയ്യാ? ഖാത്താ ഹേ. ഖാത്താ ഹേ കഴിക്കുന്നു അല്ലേ? നിങ്ങളുടെ ഉമ്മമാർ നിങ്ങൾക്ക് മിഠായി തരാറില്ലേ? മിഠായി കഴിപ്പിക്കാറില്ലേ? ഹാ, ഖിലാവോന. മീഠാ മുझको ഖിലാവോന. മീഠാ മുझको ഖിലാവോന. ബച്ചോ, യേ ക്യാ ഹേ? ഹാ, ഹൽവ. ക്യാ ഹേ? ഹൽവ. ഹൽവ ബി ഹം ഖാത്താ ഹേ. അപ്പോൾ നമ്മൾ പദ്യമായിട്ട് പറയുമ്പോൾ എങ്ങനെയാ പറയുക? ഖാത്ത എന്നതിന് നമ്മൾ നേരത്തെ എങ്ങനെയാണ് പറഞ്ഞത്? ഖിലാവോന. ഖാത്ത എന്നത് ഖിലാവോന. സീതര ഹം ഹൽവ മുझको ഖിലാവോന. ഇപ്പോൾ എങ്ങനെയായി? അമ്മി അമ്മി ആവോന. മീഠാ മുझको ഖിലാവോന. അമ്മി അമ്മി ആവോന. ഹൽവ മുझको ഖിലാവോന. ഇങ്ങനെയായില്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ വരുന്നത് നോക്കൂ. ഹായ് ബച്ചോ, ദേഖിയേ, യേ ക്യാ ഹേ? ക്യാ ഹേ? ഹാ, പാനി ഹേ. പാനി ഹേ, വെള്ളം ഹേ. വെള്ളം ഹം ക്യാ കർത്തേ ഹൈ? വെള്ളം നമ്മൾ എന്താ ചെയ്യുക? തിന്നാണോ? അല്ല, കുടിക്കുക. പീത്താ ഹൈ. ഹം പാനി പീത്തേ ഹൈ. എങ്ങനെയാ പറയുക? നേരത്തെ നമ്മൾ ഖാന ഖിലാവോന പറഞ്ഞു. പാനി പിലാവോന. പാനി പിലാവോന. അപ്പോൾ എങ്ങനെ പറയാം? പാനി മുझको പിലാവോന. പാനി മുझको പിലാവോന. പാനി ആയതുകൊണ്ട് പിലാവോന അല്ലേ? ഇപ്പോൾ നമ്മൾ അമ്മിയെക്കുറിച്ചുള്ള പാട്ട് പറഞ്ഞു അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 1-ാമത്തെയും 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും വരികളൊക്കെ എന്തെഴുതണം? അമ്മി അമ്മി ആവോന. തുടർന്നുള്ള 2, 4, 6, 8 വരികളിലാണ് ഇപ്പോൾ പറഞ്ഞ വരികൾ എഴുതേണ്ടത്. ഇതുപോലെ നമുക്ക് അബ്ബയെക്കുറിച്ച് എഴുതാമല്ലോ. അബ്ബയെക്കുറിച്ച് എഴുതുമ്പോഴും 1, 3, 5, 7 വരികളിൽ എന്താ എഴുതേണ്ടത്? അബ്ബ അബ്ബ ആവോന. അബ്ബ അബ്ബ ആവോന എന്നാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് 2, 4, 6, 8 വരികളിൽ എഴുതേണ്ടത് നോക്കാം. ദേഖിയേ ബച്ചോ, നോക്കൂ കുട്ടികളെ, എന്താണിത്? ഹാ, പാവ. പാവ. പാവക്ക് ഉറുദു മേ ഗുഡിയ കഹത്തെ ഹെ. ഗുഡിയ. ഗുഡിയ എന്നാണ് പാവക്ക് ഉറുദുവിൽ പറയാം. ഗുഡിയ ആരാ കൊണ്ടുവരിക? അബ്ബ കൊണ്ടുവരും അല്ലേ? ഗുഡിയ എങ്ങനെയുള്ള ഗുഡിയയാണ്? ആഹാ, നല്ല ഗുഡിയയാണല്ലേ? നല്ല ഗുഡിയ. നല്ല ഗുഡിയ എന്നതിന് ഉറുദുവിൽ അച്ചി ഗുഡിയ എന്നാണ് പറയുക. അച്ചി ഗുഡിയ, നല്ല ഗുഡിയ. ലാവോന കൊണ്ടുവരില്ലേ? അബ്ബയോട് നമുക്ക് ചോദിക്കാം അല്ലേ? അച്ചി ഗുഡിയ ലാവോന. ഇതാണ് 2-ാമത്തെ വരി. അച്ചി ഗുഡിയ
लावोना। बच्चों देखिए, ये क्या है? हाँ, ये പഴം है। ये കേല है. കേല कैसा है? എങ്ങനെയുള്ള കേലയാണ്? ഹാ, അച്ഛാ കേല है. കേല അച്ഛാ है. അപ്പോൾ നമുക്ക് അച്ഛനോട് പറയണം, അച്ഛാ കേല കൊണ്ടുവരില്ലേ? എങ്ങനെയാ പറയാ? അച്ഛാ കേല ലാവോന. അച്ഛാ കേല ലാവോന. ഓക്കെ, ഇനി എന്ത് കൊണ്ടുവരാനാ അച്ഛനോട് പറയേണ്ടത്? വസ്ത്രമോ? വസ്ത്രം വന്നല്ലോ. വസ്ത്രം. വസ്ത്രം എന്നതിന് ഉറുദുവിൽ എന്താ പറയുക? എന്ത്? കപ്പട. എന്താ പറയുക? കപ്പട. കപ്പട. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു നോക്കൂ. നല്ല വസ്ത്രം കൊണ്ടുവരൂലേ? നല്ല വസ്ത്രം കൊണ്ടുവരില്ലേ? വസ്ത്രം എന്നതിന് കപ്പട. നല്ല എന്നതിന് എന്തായിരുന്നു? എന്ത്? അച്ഛ. അപ്പോൾ എങ്ങനെ പറയും? അച്ഛ കപ്പട ലാവോന. അച്ഛ കപ്പട ലാവോന. നല്ല വസ്ത്രം കൊണ്ടുവരില്ലേ? നല്ല മനോഹരമായ പാവയും കിട്ടി, നല്ല മനോഹരമായൊരു വസ്ത്രവും കിട്ടിയില്ലേ? ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇനി ഉപ്പയോട് എന്താ ചോദിക്കേണ്ടത്? അച്ഛനോട് എന്താ ചോദിക്കേണ്ടത്? എന്താ വേണ്ടത് പറയൂ. എന്ത്? തൊപ്പി വേണോ? ഓക്കേ, തൊപ്പി വേണമല്ലേ? അച്ഛാ, ഒരു തൊപ്പി കൊടുക്കൂ. ഒരു തൊപ്പി വരട്ടെ. ഹായ്. തൊപ്പി മനോഹരമായ തൊപ്പിയല്ലേ? ഇതാ പിടിച്ചോളൂ. എന്താ തൊപ്പിക്ക് ഉറുദുവിൽ പറയുക? എന്ത്? ഉറുദുവിൽ തൊപ്പിക്കോ ടോപ്പി കഹത്തെ ഹൈ. എന്താ? ടോപ്പി. എന്താണ്? ടോപ്പി. അപ്പോൾ നല്ല തൊപ്പിയാണല്ലേ? അച്ഛൻ തന്ന നല്ല തൊപ്പി. അച്ചി ടോപ്പി അല്ലേ? അച്ചി ടോപ്പി. അച്ചി ടോപ്പി ആര് കൊണ്ടുവന്ന് തന്നതാ? അച്ഛൻ കൊണ്ടുവന്നതാ. എങ്ങനെയാ? അച്ഛനോട് ചോദിക്കുക. അച്ഛാ, നല്ല തൊപ്പി കൊണ്ടുവരില്ലേ എന്നെങ്ങനെയാ പറയാ? അച്ചി ടോപ്പി ലാവോന. അച്ചി ടോപ്പി ലാവോന. മനസ്സിലായല്ലോ? കുട്ടികളെ, ഇപ്പോൾ നാം എഴുതിയ ഈ പ്രവർത്തനത്തെ നമുക്കൊന്ന് പാടി നോക്കാം. अम्मी अम्मी आवो ना, मीठा मुझको खिलावो ना. अम्मी अम्मी आवो ना, हलवा मुझको खिलावो ना. अम्मी अम्मी आवो ना, पानी मुझको पिलावो ना. अम्मी अम्मी आवो ना, लड्डू मुझको खिलावो ना. अब्बा अब्बा आवो ना, अच्छी गुड़िया लावो ना. अब्बा अब्बा आवो ना, अच्छा केला लावो ना. अब्बा अब्बा आवो ना, अच्छी टोपी लावो ना. अब्बा अब्बा आवो ना, अच्छा कपड़ा लावो ना.